ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയാം, ഒരു ഉപദേശം നിങ്ങളുടെ മുന്നിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാവരും കാണുക, കാണാതിരുന്നാൽ ഇതിലുണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ വാമപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വ്യായാമം. നിങ്ങൾ ഏതെങ്കിലും അത്ലറ്റ് ഏതെങ്കിലും ഗെയിമിൽ ഉൾപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വാമപ്പ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്യൂസും എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടാവും നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നാലും നിങ്ങൾ ഏതൊരു ഗെയിം ആയിക്കോട്ടെ, ഏതെങ്കിലും വർക്കൗട്ടിൽ നിങ്ങൾ ഉൾപ്പെടുകയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വാമപ്പ്. ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഒരു എടുത്തുചാട്ടത്തിൽ പോയി ചെയ്താൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ വളരെ വളരെ വലിയ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കളിയിലേക്കോ അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വാമപ്പ്. അത് മുന്നേ ചെയ്തതിന് ശേഷം നിങ്ങൾ പോയി നിങ്ങളെ ഗെയിമിലേക്ക് നിങ്ങളുടെ വർക്കൗട്ടിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഈ വാമപ്പില്ലാതെ ഒരുപാട് ആൾക്കാർ, എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിഷമത്തിലും കളിക്കാൻ പറ്റാതെ ഇഞ്ചുറി ആയിട്ട് ഇനി ആ കളിക്കാൻ പറ്റാത്തൊരു സങ്കടം കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരാഗ്രഹിക്കുന്ന ഗെയിമിൽ ഉൾപ്പെടാൻ പറ്റാതെ ഇഞ്ചുറി വന്ന് ഒന്നും ശ്രദ്ധിക്കാതെ എടുത്തുചാട്ടത്തിൽ ഒരുപാട് ഇഞ്ചുറി വന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായ ഒരുപാട് കൂട്ടുകാരുകൾ എൻ്റെ അനുഭവത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനും ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ചെയ്യരുത്. വ്യായാമം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു കളിയിലേക്കും ഒരു വർക്കൗട്ടിലേക്കും നിങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ. അത് ഏതും ആയിക്കോട്ടെ, നിങ്ങൾ അത്ലറ്റിക് ആയിക്കോട്ടെ, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഏതിലും ഉൾപ്പെടുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കളിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ ഒരു കൂട്ടുകാരൻ സങ്കടം പറയുന്നത് കേട്ടിട്ട് എനിക്ക് വരെ സങ്കടം വന്നു. അവൻ എന്നോട് പറഞ്ഞു, സത്യമാണ്, വാമപ്പ് ചെയ്യാതെ നമ്മുടെ ശരീരം ഒന്ന് ചൂടാക്കാതെ, നമ്മുടെ ശരീരത്തിൽ ബ്ലഡൊക്കെ ഒന്ന് ചൂടാക്കാതെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും കളിക്കുമ്പോഴും നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും നിങ്ങളെല്ലാവരും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് വാമപ്പ്. ഇതൊരു ചെറിയൊരു കാര്യമാണ്, ഇതൊരു വലിയ കാര്യം. ചിലപ്പോൾ നമ്മുടെ ജീവിതം വരെ ഇല്ലാതാവാൻ ഇത് ചിലപ്പോൾ നിങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. അതിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഇഞ്ചുറി പ്രിവെൻഷൻ. ഇഞ്ചുറി എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതൊക്കെ ഈ വാമപ്പിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ വാമപ്പ് ചെയ്യുന്നതോടെ നമുക്ക് കിട്ടുന്ന ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇഞ്ചുറി ഒരുപാട് ഒഴിവാക്കാൻ ഇത് നിങ്ങൾക്ക് സഹായമാണ് ഈ വാമപ്പ്. അതുപോലെ തന്നെയാണ് വാമപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നാതിരുന്നുള്ള പ്രോബ്ലംസ് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഒരു 5 മിനിറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് 2-3 കൊല്ലത്തോളം നമ്മൾ ഇഞ്ചുറി ആയിട്ട് കിടക്കേണ്ട ആവശ്യം വരരുത്. അതുകൊണ്ട് നിങ്ങൾ ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു 5 മിനിറ്റ് വാമപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ വർക്കൗട്ടിലേക്കോ നിങ്ങളെ ഗെയിമിലേക്കോ നിങ്ങൾ പോയാൽ മതി. അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ഉണ്ടാകുന്ന ഇഷ്യൂകൾ എന്താണെന്ന് വെച്ചാൽ വളരെ വളരെ ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കുക. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ബോഡി നിങ്ങളെപ്പോഴും കീപ്പ് ചെയ്ത് എപ്പോഴും വാമപ്പ് ചെയ്ത് നിങ്ങൾ ബ്ലഡൊക്കെ ഒന്ന് ചൂടാക്കി അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ കളിയിലേക്ക് മുന്നിലേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ മറക്കണ്ട, എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് എല്ലാം നോക്കി ചെയ്യണമെന്ന എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ ഇതേപോലത്തെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇനി ഞാൻ തരുന്നതാണ്. അപ്പോൾ മറക്കണ്ട, എല്ലാവർക്കും നല്ലതിന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരാൾക്കും ദ്രോഹത്തിന് വേണ്ടിയിട്ടും ആർക്കും വേദനപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒന്നും ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും നല്ലത് വരുത്താൻ വേണ്ടി മാത്രം പറയുന്ന വീഡിയോസുകളാണ് ഞാൻ ഇടുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ഈ അക്കൗണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലെ ആർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറക്കണ്ട, എല്ലാവർക്കും നല്ലൊരു ജീവിതം, നല്ലൊരു
ദിനം നല്ലൊരു ലൈഫ്, നല്ലൊരു കളി, നല്ല പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറക്കാതെ വാമപ്പ് എന്ന ആ കാര്യം മറക്കാതെ ഇന്ന് എല്ലാം മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ കളിക്കാതെ 10 മിനിറ്റ് മുന്നേ ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.